ഹലോ ഗായ്സ്, വെൽക്കം ടു ദി അനദർ വ്ലോഗ് ഓഫ് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മലബാർ ഫുഡ്സ് എന്ന ഗ്രോസറി ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞങ്ങൾക്ക് കേരള ഫുഡിനോട് ക്രേവിങ്സ് തോന്നുമ്പോൾ ഞങ്ങൾ കാർ എടുത്ത് ഫസ്റ്റ് വരുന്ന ഷോപ്പാണ് ഇത്. ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഡൈനിങ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കിയാണ് ഇവിടെ കുക്ക്ഡ് ഫുഡ് സെല്ല് ചെയ്യുന്നത്. ഇവർക്ക് കുറച്ചപ്പുറത്ത് ദേ ഹാവ് എ കേറ്ററിംഗ് ഷോപ്പ്. അവിടെയാണ് അവർ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇതിവരുടെ ചില്ലി ചിക്കൻ ആണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞങ്ങൾ എപ്പോഴൊക്കെ ഇവിടെ വന്നാലും മേടിക്കുന്ന ഒരു സാധനമാണ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ മാത്രമല്ല, അവരുടെ ഏത് ഫുഡായാലും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്. ഞങ്ങളിവിടെ 1-2 ഡിഷ് എടുക്കാമെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ക്യാരി ബാഗിൽ ഓൾമോസ്റ്റ് 7 to 8 ഐറ്റംസ് കാണും. എപ്പോൾ വന്നാലും ഞങ്ങൾ എടുക്കുന്ന ഫ്യൂ ഡിഷസ് ഉണ്ട്. ഒന്ന് അവരുടെ ബീഫ് ഫ്രൈ, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചില്ലി ചിക്കൻ നേരത്തെ പറഞ്ഞതുപോലെ അതും നല്ല ടേസ്റ്റാണ്. നാട്ടിൽ കിട്ടുന്ന അതേ കൈൻഡ് ഓഫ് ചില്ലി ചിക്കനാണ് ഇവിടെയും കിട്ടുന്നത്. ഇവരുടെ ഈ ആമ്പൂർ ബിരിയാണി അതും നല്ലതാണ്, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എൻ്റെ മോൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എടുക്കാറുണ്ട്. പിന്നെ ഇവരുടെ പൊതിച്ചോറ് അതും നല്ല അടിപൊളിയാണ്. ഇതിവരുടെ ചിക്കൻ മന്തിയാണ് കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല അകത്ത് എങ്ങനെയാണെന്ന്, ആ മോയിസ്റ്റ് കാരണം. ഇതും അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. വാഴയിൽ പൊതിഞ്ഞ് ഫിഷ് പൊള്ളിച്ചതാണിത്. അവർ പമ്പാനോ ഫിഷാണ് യൂസ് ചെയ്യുന്നത് പൊള്ളിക്കാനായിട്ട്. അതും നല്ലതാണ്. ഇതെനിക്ക് തോന്നുന്നു റെയിൽവേ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്, ഞങ്ങൾ എടുത്തില്ല അത്. പിന്നെ ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് സ്നാക്സും അവൈലബിൾ ആണ്. പഴംപൊരി, ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെയെല്ലാം. പിന്നെ ദോശ കിട്ടും, ദോശ അതൊക്കെ അവൈലബിൾ ആണ്. പപ്സൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. സോ അതൊന്നും ഞങ്ങളിവിടെ വന്നാൽ മേടിക്കാറൊന്നുമില്ല. ഇതൊക്കെ കട്ട്ലറ്റാണ്, ചിക്കൻ കട്ട്ലറ്റ്, സമോസ, വെജ് സമോസ, ചിക്കൻ സമോസ. സമോസയൊക്കെ നല്ലതാണ്, അത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയും മലബാർ ചിക്കൻ ബിരിയാണിയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് വേറെ ഏത് കടയിൽ നിന്നും മേടിച്ചതിലും കിട്ടിയിട്ടില്ല. അത്രയും ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ടല്ല അവരുണ്ടാക്കുന്നത്. ഇങ്ങനെ പിള്ളേർക്ക്, കുഞ്ഞു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ചിക്കൻ ബിരിയാണിയാണ്. കൈമ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതി ബിരിയാണി ആയിട്ടാണ് അവരവിടെ വിൽക്കുന്നത്. ഞങ്ങൾ എപ്പോൾ പോയില്ല അത് എന്തായാലും എടുക്കാറുണ്ട്. ഇവിടെ ഫുള്ളും സ്നാക്സ് ആണ്. നാട്ടിൽ കിട്ടുന്ന എല്ലാ കൈൻഡ് ഓഫ് സ്നാക്സും ഇവിടെ കിട്ടാറുണ്ട്. ചക്കവെട്ടിലായാലും ചിപ്സ് ആയാലും എല്ലാം. നാട്ടിൽ കിട്ടുന്ന ലേസ് വെച്ച് നോക്കുമ്പോൾ US ലേസ് ഒട്ടും കൊള്ളില്ല കേട്ടോ. വെൻ ഇറ്റ് കംസ് ടു ടേസ്റ്റ്, ഇവിടുത്തെ ലേസിൽ അത്ര നല്ല ഫ്ലേവേഴ്സൊന്നുമില്ല. US കിട്ടുന്ന ലേസ്, നാട്ടിലിങ്ങനെ മസാല ഫ്ലേവേഴ്സൊക്കെ ഇല്ലേ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം.
ഈ ഒരു സെക്ഷൻ ഫുള്ളും മസാലാസും പിക്കിൾസും ആണ്. ഇവിടെ ഫുള്ള് മസാല സെക്ഷനാണ്. നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ കിട്ടും. രസം പൗഡർ, സാമ്പാർ, ചിക്കൻ മസാല, then pickles, yums. പുളി ഇഞ്ചി ഇവിടത്തെ നല്ലതാണ്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നോൺ വെജ് ഐറ്റംസ് കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൗണ്ടാണ്. കോക്കനട്ട് പൗഡർ, ഇത് നല്ല സാധനമാണ്. കാന്താരി മാങ്ങ ചട്നി ഞങ്ങളെപ്പോഴും മേടിക്കും. ഇതൊരു പുതിയ ബ്രാൻഡാണ് ഞങ്ങൾ മേടിച്ചിട്ട്. ഇത് മോരും മുളകാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇത് വന്ന് മേടിക്കാറുണ്ട്. ഫ്രൈ ചെയ്ത് കഴിക്കും. ചോറിൻ്റെ കൂടെ തൈരും വച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സ്റ്റോർ അറൗണ്ട് 45 to 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. സോ ഞങ്ങൾ വൺസ് ഇൻ എ മന്ത് ഓർ ട്വൈസ് ഇൻ എ മന്ത് അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കൂടുതലും വെജിറ്റബിൾസ് ആയാലും ഇന്ത്യൻ വെജിറ്റബിൾസ് ആയാലും ഇന്ത്യൻ സ്പൈസസ് ആയാലും ആ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അവിടെയും കേരള സ്പൈസസ് ഒക്കെ അവൈലബിൾ ആണ്. കേരള ഫുഡിനോട് ക്രേവിങ്സ് തോന്നുമ്പോഴാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങ് വരെ വരാറുള്ളത്. എസ്പെഷ്യലി അവരുടെ ചിക്കൻ ദം ബിരിയാണിയും ചില്ലി ചിക്കനും ഒക്കെ കഴിക്കാൻ. നാട്ടിലത്തെ പായസം, റൈസ്. ഞങ്ങൾക്ക് പുട്ടുപൊടി, അപ്പം പൊടിയൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിൽ കിട്ടും. അവിടെ പോയാണ് ഞങ്ങളെല്ലാം മേടിക്കാറ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് നൂഡിൽ മേക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും ഇടിയപ്പ പൊടി നന്നായിട്ട് ചിലവാകും. ഇപ്പോൾ നല്ല ഈസിയാണ് നൂഡിൽ മേക്കർ വെച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ. റെഡി ടു മേക്ക് പായസം മിക്സ് ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
ഈ ലൊക്കേഷനിൽ ഇതുപോലെ 3-4 കേരള ഗ്രോസറീസ് ഉണ്ട്. സോ നാട്ടിലത്തെ ഫുഡ് അങ്ങനെ മിസ് ചെയ്യാറില്ല. കാരണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ വന്ന് മേടിച്ചാൽ മതിയല്ലോ. നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഓത്തൻറ്റിക് കേരള ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കുന്ന ഫുഡിൽ കിട്ടാറുണ്ട്. റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റൊക്കെ റീസണബിളും ആണ്, അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. സോ ഞങ്ങൾ കേരള ഫുഡൊന്നും റെസ്റ്റോറൻറ്റിൽ പോയി മേടിക്കാറില്ല. ഇവിടെ നിന്നാണ്, ഇവിടെ ഇതുപോലത്തെ കടയിൽ വന്നാണ് കൂടുതലും മേടിക്കാറ്. ഇത് ഉണക്ക ചെമ്മീനാണ്. എപ്പോഴും മേടിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞങ്ങൾ മേടിക്കാറില്ല. ഈ ഒരു സെക്ഷൻ ഫുള്ളും ഫിഷാണ്, ഫ്രോസൺ ഫിഷ്. ഓൾമോസ്റ്റ് നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫിഷസും ഇവിടെ കിട്ടും. ഞങ്ങൾക്കിവിടെ ഫ്രഷ് ഫിഷ് കോസ്കോ, എച്ച് മാർട്ട് ഇതുപോലത്തെ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ പോയി മേടിക്കാറ്. ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ ഞങ്ങൾ ഫ്രോസൺ ആണ് മേടിക്കാറ്. കൂർക്കയാണ് കേട്ടോ. ഞാനിത് ഫ്രഷ് ആയിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല, ഇങ്ങനെ ഫ്രോസൺ കൂർക്കയെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം റെഡി ടു കുക്ക് അവൈലബിൾ ആണല്ലോ. എന്താ പറയുക, കൊഴുക്കട്ട ആയാലും ഇടിയപ്പം ആയാലും പെറോട്ട ആയാലും എല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ റെഡി ടു കുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുക്ക് ചെയ്യാൻ ടൈമില്ലാത്തവർക്കൊരു ഈസി ഓപ്ഷനാണ്. ഞങ്ങളങ്ങനെ ഫ്രോസൺ ഇങ്ങനെ റെഡി ടു കുക്ക് മേടിക്കാറില്ല. ആകെപ്പാടെ മേടിക്കുന്നത് ഈ ഡെയിലി ഡിലീറ്റിൻ്റെ പെറോട്ടയാണ്. അതിവിടെ കോസ്കോ എന്ന് പറയുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. അവിടെ അത് നല്ല ടേസ്റ്റാണ്. അവരുടെ പെറോട്ട നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഫ്രോസൺ ബോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ ഒരിടത്തും ഫ്രഷ് ബോൾ കിട്ടാറില്ല ഒരു കേരള ഗ്രോസറി സ്റ്റോറിലും. ബിക്കോസ് ബോളി ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അവരത് വിൽക്കാത്തത്. ഇവിടെ ഇത് നാട്ടിൽ കിട്ടുന്ന അതേ പപ്പടമാണ് കേട്ടോ. ഐ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല പൊള്ളി വരുന്നത്. എന്നാണ് ഇവരിത് ഫ്രീസറിൽ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. പുറത്തും ഇതുപോലത്തെ കുറേ പപ്പടം വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ചിരിക്കുന്ന പപ്പടമൊക്കെ ഇത്ര പൊള്ളി വരില്ല. അപ്പളം പോലെയാണ്, തമിഴ്നാട് കിട്ടുന്ന അപ്പളം പോലെ. ഞങ്ങൾ 2 പഴംപൊരി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതാണിത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഴുത്ത പഴമായിരുന്നു അവർ യൂസ് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഒരു ഗ്രോസറി സ്റ്റോറിലോട്ടാണ് വന്നത്. കലവറ എന്ന് പറയുന്ന ഗ്രോസറി സ്റ്റോർ. ഇവിടെയും ഒരുപാട് കുക്ക്ഡ് ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ മലബാറിൽ നിന്ന് കുറേ ഡിഷസ് മേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചക്കപ്പുഴുക്ക് മാത്രമേ എടുത്തുള്ളൂ. ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു.
കലവറയിലും ഒരുപാട് ഡിഷസ് ഉണ്ട്, നാട്ടിൽ കിട്ടുന്ന എല്ലാം കിട്ടും. ഇത് ഇടിയിറച്ചിയാണ് കേട്ടോ, കൊള്ളാം. ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കേരള ഗ്രോസേഴ്സിലും വിഷു ഓണം ടൈമിലൊക്കെ മിനിമം 5 പേർക്കുള്ള സദ്യയൊക്കെ വിൽക്കാറുണ്ട്. അല്ലാതെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലും കിച്ചടി, പച്ചടി, പിക്കിൾസ്, പരിപ്പ്, സാമ്പാർ അങ്ങനെയും വിൽക്കാറുണ്ട്. ഞങ്ങൾ മിനിമം 5 പേർക്കുള്ള സദ്യ എടുത്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ വന്ന് ചെറിയ കണ്ടെയ്നേഴ്സിലുള്ളത് മേടിക്കാറുണ്ട്. സൺഡേ എപ്പോഴും ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. എല്ലാ മലയാളികളെയും കാണാം ഇവിടെ വന്നാൽ. എല്ലാവരും ഇങ്ങനെ കണ്ടെയ്നേഴ്സിലുള്ള ഫുഡ് മേടിച്ചിട്ട് പോകാറുണ്ട്. കലവറയിലും ഒരുപാട് സ്നാക്സ് അവൈലബിൾ ആണ്. പഴംപൊരി, പരിപ്പുവട എല്ലാം കിട്ടും. ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ഉള്ളിവടയും പരിപ്പുവടയും എടുക്കാറുണ്ട്. പരിപ്പുവട മോന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പരിപ്പുവട. ഇതാണ് കലവറയുടെ ഗ്രോസറി സെക്ഷൻ. കുക്കിംഗ് യൂട്ടൻസിൽസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. മീൻകറി വയ്ക്കാനുണ്ട്, മീൻചട്ടി വരെ ഉണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയ്ക്കുള്ള ഫുഡ് അത്രയും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ 2 ഗ്രോസറി സ്റ്റോറിൽ നിന്ന്. അടുത്ത കേരള ഫുഡിനോട് കൊതി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ മേടിച്ച ഉഴുന്നുവടയും പരിപ്പുവടയും. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ ഫുഡാണ് മേടിച്ചതെന്ന് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. മഷ്റൂം തോരൻ, this is beef fry. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മലബാർ ഗ്രോസേഴ്സിൻ്റെ സിഗ്നേച്ചർ ചിക്കൻ ബിരിയാണി. നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇവർ ഇതിലിടുന്ന മസാലയാണ് നല്ല ടേസ്റ്റ്. പിന്നെ മുട്ടയുണ്ട്. ഫ്രൈഡ് ചിക്കൻ, ജീരകശാല,
ഞങ്ങൾ മലബാർ ഫുഡ്സിൽ നിന്ന് പൊതിച്ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. ഒരുപാട് കറികളുണ്ടായിരുന്നു ചോറിൽ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെഴുക്കുവരട്ടി, വല്ലപ്പയർ മെഴുക്കുവരട്ടി, ഫിഷ് ഫ്രൈ, മുട്ട, മീനാണ്, മീനാണ്, this is beef, പുളിശ്ശേരി. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ചില്ലി ചിക്കൻ. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നാട്ടിൽ കിട്ടുന്ന നികുഞ്ചൻ ചില്ലി ചിക്കൻ എന്നൊക്കെ പറയില്ലേ, ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ആ കൈൻഡ് ഓഫ് ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്.